بسم الله الرحمن الرحيم فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا صدق الله العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ നിന്നുള്ള 61-ാമത്തെ വാക്യമാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരുടെ മോചനത്തിനും മോക്ഷത്തിനും ആവശ്യമായ നിർദ്ദേശങ്ങളുമായി കടന്നു വന്ന പ്രവാചകന്മാരിൽ ഒരാളാണ് മൂസ അലൈഹിസ്സലാം. അദ്ദേഹം അടക്കമുള്ള പ്രവാചകന്മാരുടെ വഴി പിന്തുടരാൻ അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ഒരു യാത്ര വളരെ വിശദമായി പ്രതിപാദിക്കുകയാണ്. അമ്പിയാക്കന്മാരുടെ യാത്രകളും അവരുടെ ജീവിതത്തിലുള്ള സംഭവങ്ങളുമെല്ലാം ഒരു മൗലിദ് പോലെ ഖുർആനിൽ നമുക്ക് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അമ്പിയാക്കളുടെ ചരിത്രം നമ്മൾ കേൾക്കണം, പഠിക്കണം. മൗലിദ് എന്ന് നാം പറയുന്നതും അതുതന്നെയാണ്, ചരിത്രമാണ്. അത് നബിമാരുടെ ചരിത്രം, മഹാന്മാരുടെ ചരിത്രം, ഔലിയാക്കളുടെ ചരിത്രം. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗം അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ചില വശം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു. വലമ്മ ബലഗ, ആ രണ്ട് വ്യക്തികൾ, മൂസാ നബി അലൈഹിസ്സലാമും ഉണ്ട്, കൂടെ ഒരു സഹായിയും ഉണ്ട്. യാത്ര ചെയ്യുമ്പോൾ കൂടെ ഒരാളുണ്ടാവണം. 3 ആളുണ്ടാവുമ്പോൾ ഏറ്റവും നല്ലതായി. 2 ആളായാലും അതിൽ പ്രത്യേകമായ ബർക്കത്തുകൾ ഉണ്ട്. കൂടെയുള്ള ചെറുപ്പക്കാരനെയും കൂട്ടിക്കൊണ്ടുള്ള ആ യാത്രയിൽ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇനി എത്ര കാലം ഈ യാത്ര വേണ്ടി വരും? അപ്പോൾ മറുപടി പറഞ്ഞു, ദീർഘകാലം യാത്ര ചെയ്യേണ്ടി വന്നാലും ലക്ഷ്യം നേടുന്നത് വരെ ഞാൻ യാത്രയിലായിരിക്കും. അങ്ങനെയാണ് ആ യാത്ര മുന്നോട്ട് പോകുന്നത്. അങ്ങനെ 2 പേരും ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുകയാണ്. ആ ചെറുപ്പക്കാരൻ്റെ കൂടെ വേവിച്ച ഒരു മത്സ്യം ഒരു പാത്രത്തിലാക്കി മൂസ അലൈഹിസ്സലാം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മത്സ്യം എപ്പോഴാണോ ജീവനോടെ പുറത്തേക്ക് ചാടിപ്പോകുന്നത്, അവിടെയാണ് നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനം എന്ന് നേരത്തെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ അതൊക്കെ ചെയ്യണമെന്ന് കരുതി തന്നെയാണ് കൂടെ യാത്ര ചെയ്തത്. പക്ഷേ വഴിയിൽ വെച്ച് ആ മത്സ്യം, ആ വേവിച്ച മത്സ്യം, പാത്രത്തിലുണ്ടായിരുന്ന, വല്ലത്തിലുണ്ടായിരുന്ന മത്സ്യം, അത് വല്ലത്തിൽ നിന്ന് ചാടി സമുദ്രത്തിലേക്ക് പോവുകയും സമുദ്രത്തിൽ ആ മത്സ്യം പോയ വഴി ഒരു തുരങ്കം പോലെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ആ മത്സ്യം പോയ വിവരം മൂസ അലൈഹിസ്സലാമിനോട് പറയാൻ ആ യുവാവിനോട് മറന്നുപോയി. അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്, നസിയ ഹൂതഹുമ. അവിടെ മറവി സംഭവിച്ചു. ആ യുവാവിനോട് മറന്നു. സ്വാഭാവികമായി അത് 2 പേർക്കും മറവി സംഭവിച്ചതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ. ആ മത്സ്യം സമുദ്രത്തിലേക്ക് ചാടിപ്പോയി. ഒരു തുരങ്കം പോലെ അത് രൂപപ്പെട്ടു. പക്ഷേ ആ വിവരങ്ങൾ പിന്നീടാണ്
മൂസാ നബി അലൈഹിസ്സലാം അറിയുന്നത്. ഫലമ്മ ജാവസ, അടുത്ത വാക്യത്തിൽ പറയുന്നത് ഫലമ്മ ജാവസ, അവർ ബഹുദൂരം മുന്നോട്ട് പോയപ്പോൾ ഖാല, മൂസ അലൈഹിസ്സലാം ചോദിക്കുന്നു ലി ഫത്താഹു, തൻ്റെ കൂടെയുള്ള യുവാവിനോട്, ആത്തിന ഗദാഅന, നമ്മുടെ വല്ലത്തിൽ ഉണ്ടായിരുന്ന മത്സ്യം എവിടെ? ഭക്ഷണത്തിൻ്റെ സമയമായല്ലോ, നമുക്കത് കഴിക്കണ്ടേ? ലഖദ് ലഖീന മിൻ സഫരിന ഹാദാ നസബ, ഈ യാത്രയിൽ നമുക്ക് ക്ഷീണം ഉണ്ട്, അതുകൊണ്ട് പ്രാതൽ കഴിക്കേണ്ട സമയമാണ്, എവിടെ? ഖാല, ആ സമയത്ത് ആ ഭൃത്യൻ പറയുന്നു, അറഅയ്ത ഇദ് അവൈന ഇല സഹ്റ, നാം ഒരു പാറയുടെ സമീപത്ത് വിശ്രമിക്കാൻ കിടന്നപ്പോൾ മത്സ്യത്തിൻ്റെ കാര്യം ഞാൻ മറന്നുപോയതാണ്, അത് സമുദ്രത്തിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. വമാ അൻസാനിഹു ഇല്ല ശൈത്വാൻ, അത് അങ്ങയോട് പറയാൻ എന്നെ മറപ്പിച്ചത് പിശാചാണ്. അന്നദ്കുറഹു, അങ്ങയോടത് പറയാൻ എന്നെ മറപ്പിച്ച് കളഞ്ഞത് പിശാചാണ്. വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ, അത്ഭുതകരമായി ആ മത്സ്യം സമുദ്രത്തിലേക്ക് പോയി മറിഞ്ഞിട്ടുണ്ട് എന്ന് ആ യുവാവ് പറയുമ്പോൾ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത് മൂസ അലൈഹിസ്സലാം പറയുന്നു, ഖാല ദാലിക മാ കുന്നാ നബ്ഗി, നാം ഉദ്ദേശിച്ചിരുന്ന ലക്ഷ്യസ്ഥാനം ആ മത്സ്യം ചാടിപ്പോയ ഇടമാണ്. അങ്ങനെ ഫർത്തദ്ദ, അവർ രണ്ടാളും ഫർത്തദ്ദല ആസാരിഹിമ ഖസസ, അവർ രണ്ടുപേരും തങ്ങളുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് തിരികെ സഞ്ചരിച്ചു. അവർ തിരിച്ചു പോയി. ആ മത്സ്യം പോയ സ്ഥലം എവിടെയാണ്? ജീവനില്ലാത്ത മത്സ്യം ജീവനോടെ വെള്ളത്തിലേക്ക് ചാടിയ സംഭവമാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രവാചകന്മാരിലൂടെയും അല്ലാഹു തആല പ്രത്യേകമായ കഴിവുകൾ നൽകിയ ആളുകളിലൂടെയും പ്രത്യക്ഷപ്പെടും. അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് സംഭവിക്കും എന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ ധർമ്മം. കാരണം ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളവനാണല്ലോ അല്ലാഹു. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി, ജീവൻ ഉള്ള വസ്തുവിനെ ജീവൻ ഇല്ലാത്തതിൽ നിന്ന്, ജീവനില്ലാത്ത വസ്തുവിനെ ജീവൻ ഉള്ളതിൽ നിന്ന്, അത് അല്ലാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ്. അതുപോലെ ജീവനില്ലാത്ത മത്സ്യത്തെ ജീവനുള്ളതാക്കി മാറ്റാൻ പ്രവാചകന്മാരിലൂടെ അത് ചെയ്യുന്നത് അല്ലാഹുവാണ്. ചിലപ്പോൾ അല്ലാഹു ചെയ്യും, ചിലപ്പോൾ അല്ലാഹു പ്രവാചകന്മാരിലൂടെ ചെയ്യിക്കും. അങ്ങനെയുള്ളൊരു മുഅ്ജിസത്ത് കൂടി ഈ വാക്യത്തിൽ നാം കാണുകയാണ്. ആ മത്സ്യം കടന്നുപോയ ആ വഴി ആസ്പദമാക്കി അവിടെ മൂസാ നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യം നേടുകയാണ്. മജ്മഉൽ ബഹ്റൈൻ എന്നാണ് ആ മത്സ്യം പോയ സ്ഥലത്തിന് ഖുർആൻ പേർ നൽകിയിരിക്കുന്നത്. രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലം, അഥവാ വിജ്ഞാനത്തിൻ്റെ രണ്ട് സമുദ്രമാണ് ഈ രണ്ട് മഹാന്മാർ. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ഖളിർ അലൈഹിസ്സലാം. ഏറ്റവും കൂടുതൽ വിവരമുള്ള ആളുകൾ ലോകത്ത് വേറെയും ഉണ്ട്. അതുകൊണ്ട് ഒരാളും ഏറ്റവും അറിവുള്ളത് താനാണ് എന്ന് കരുതാതെ തന്നേക്കാൾ അറിവുള്ളവർ വേറെയും ഉണ്ട്. അല്ലാഹു തആലയുടെ സൃഷ്ടികളിൽ നമ്മേക്കാൾ വിവരമുള്ള ധാരാളം ആളുകൾ ഉണ്ട്. അവരെ പ്രാപിക്കുവാനും അവരുടെ അടുത്ത് പോകുവാനും അവരുടെ അനുഗ്രഹം തേടുവാനുമുള്ള ഒരു ഉൾവിളിയും സന്ദേശവുമാണ് ഈ വാക്യത്തിലൂടെ അല്ലാഹു നമ്മെ ഉണർത്തുന്നത്. മാത്രവുമല്ല, മൂസാ നബി അലൈഹിസ്സലാം ഈ മഹത്തായ ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന ഈ തീർത്ഥയാത്ര പിന്തുടരാൻ പറ്റിയ കാര്യമാണ്. വിവരം ഉണ്ട് എന്ന് അല്ലാഹു തആല ഒരു വ്യക്തിയെപ്പറ്റി അറിയിച്ചപ്പോൾ ആ വ്യക്തിയെ തേടി യാത്ര ചെയ്യുകയാണ്.
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും നല്ലവരെ സ്നേഹിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.